എമ്പുരാൻ എന്ന സിനിമയിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളമാണ്. കാരണം ചിത്രം ബോളിവുഡ് കാണാത്ത ഏറ്റവും വലിയ സംഖ്യയിൽ ചെന്ന് അവസാനിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു 300, 400 എന്നൊക്കെ അവർ മനക്കണക്കുകൾ കൂട്ടുന്നുണ്ട്. ആ കോടിക്കണക്കുകളിലേക്ക് എമ്പുരാൻ എത്തുമോ എന്നതാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ളൊരു മാജിക് നമ്പറിലേക്ക് എത്താൻ സാധ്യത വെക്കുന്നത് ഈ തലമുറകളുടെയും നായകൻ തന്നെയാണ്. കാരണം ഈ ചിത്രത്തിന്റെ ഓരോ ദിവസത്തെയും കേരള ബോക്സ് ഓഫീസിലെ കണക്കുകൾ കാണുമ്പോൾ ശരിക്കും ഞെട്ടലുണ്ടാക്കിയാണ്. 90% മലയാളികൾ കണ്ടുവെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും എന്നാൽ അങ്ങനെയല്ല ബോക്സ് ഓഫീസിൽ കാണുന്നത്. ഇതിനു മാത്രം കേരളത്തിൽ ആൾക്കാരുണ്ടോ എമ്പുരാൻ കാണാൻ എന്നൊരു അത്ഭുതമാണ് നമ്മളെ സൃഷ്ടിപ്പിക്കുന്നതും. ഇന്നലെയും അതെ ഇന്നും അതെ ബുക്ക് മൈ ഷോയുടെ കണക്കുകൾ പ്രകാരം എമ്പുരാന് ഓരോ തിയേറ്ററിലും ആൾക്കാർ കൂടുന്നതും ഓരോ ഷോയ്ക്കും ആൾക്കാർ നിറയുന്നതും അത്ഭുതം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 1 ട്രേഡ് അനലിസ്റ്റുകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം 6ാം ദിവസം 8.74 കോടി എന്നതാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട്. 2ാം ദിവസത്തെക്കാളും കൂടിയ നമ്പറാണ് എമ്പുരാന് 6ാം ദിവസം കിട്ടിയിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കിയാണ്. തിയേറ്ററുകാർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചത് ഈ സിനിമയാണ്, മോഹൻലാലാണ്, പൃഥ്വിരാജാണ് എന്നവർ പറയുകയാണ് പല മീഡിയകളുടെയും മുൻപിൽ. ചിത്രത്തിന് വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായി. എന്നാൽ അതെല്ലാം ചിത്രത്തെ പോസിറ്റീവായാണ് ബാധിച്ചത്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ അത് തന്നെയാണ് പിന്നീട് രേഖപ്പെടുത്തിയതും. ഓവർസീസിൽ നിന്ന് തന്നെ ചിത്രം വലിയൊരു സംഖ്യ തന്നെ ഉണ്ടാക്കിയെന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം 15 മില്യനാണ് ഓവർസീസിൽ നിന്ന് തന്നെ എമ്പുരാൻ സ്വന്തമാക്കിയത്. ഏതാണ്ട് 130 കോടി 6 ദിവസം കൊണ്ട് തന്നെ മോഹൻലാൽ എമ്പുരാനിലൂടെ സ്വന്തമാക്കി കഴിഞ്ഞു, ഓവർസീസിൽ നിന്ന് മാത്രം. ഇനി ഏതെങ്കിലും ഒരു ചിത്രത്തിന് ഇതൊക്കെ മറികടക്കാൻ സാധിക്കുമോ എന്നത് സ്വപ്നങ്ങൾ മാത്രമാണ്. എന്നാൽ ഒരു ചിത്രത്തിന് കഴിയും, L3ക്ക്. അതുകൊണ്ട് തന്നെ L3യെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു പ്രേക്ഷകർക്കിടയിൽ. L3യുടെ ടൈറ്റിൽ പേരും മറ്റും അടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ചിത്രം ഇറങ്ങി ആദ്യ ദിവസം കഴിഞ്ഞപ്പോഴേ L3യെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ പ്രേക്ഷകർ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ ദീപക് ദേവ് തന്നെ ചിത്രത്തിന്റെ പേര് വിവരങ്ങൾ പറഞ്ഞതാണ് വലിയ കൗതുകമാകുന്നതും. സിനിമയുടെ പേര് അസ്രയേൽ എന്നാകുമോ എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അസ്രയേൽ എന്നാണോ 3ാം ഭാഗത്തിന്റെ പേര് എന്ന ചോദ്യത്തിന് ദീപക് ദേവ് മറുപടി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് പ്രതീക്ഷ. അതെ, ഈ ഫ്രാഞ്ചൈസിന്റെ ഭാഗമായി വന്നു വീണ ചില തുടർച്ചകളാണ് അത്. ലൂസിഫർ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. ലൂസിഫർ ചെയ്യുമ്പോൾ പൃഥ്വി പറഞ്ഞത് വളരെ ആധികാരികമുള്ള ഒരു ശബ്ദം വേണമെന്നായിരുന്നു. ആ ശബ്ദത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കട എന്നൊരു സംഭവം ഉണ്ടാവണം. അവരുടെ ശബ്ദത്തിൽ എമ്പുരാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് എമ്പുരാൻ എന്നെല്ലാവരും ചോദിക്കണം. അത് ഞാനും ചോദിച്ചു. അപ്പോഴാണ് പൃഥ്വി പറഞ്ഞത് അത് അടുത്ത പടത്തിന്റെ പേരാണെന്ന്. ഇത്തവണയും പൃഥ്വി ചോദിച്ചു അടുത്ത പടത്തിന്റെ പേര് ദീദിയെ കൊണ്ട് തന്നെ അനൗൺസ് ചെയ്യിപ്പിക്കട്ടെ എന്ന്. അതും ഒരു പ്രഖ്യാപനമായി മാറി. ദീപക് ദേവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്തായാലും L3 വരുമ്പോൾ നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത് യങ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വെർഷനായ പ്രണവ് മോഹൻലാലിനെ തന്നെയായിരിക്കും. അതിന്റെ ഒരു സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് അടക്കമുള്ളവർ തന്നതും. ആ വലിയൊരു സസ്പെൻസ് പൊളിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിയിച്ചതും. 26 വർഷം സ്റ്റീഫൻ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു പ്രണവ് മോഹൻലാൽ ഇനി എത്താൻ പോകുന്നത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി AKA അബ്രഹാം ഖുറേഷിയുടെ ചെറുപ്പകാലമായാണ് പ്രണവ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. നടന്റെ പ്രകടനം സിനിമയുടെ 3ാം ഭാഗത്തിലാകും കാണാൻ കഴിയുന്നതും. എന്നാൽ ഇത്രയും ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഒരു ചിത്രം, വെൽമെയ്ഡ് ചിത്രം നമുക്ക് പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റിയോ തിയേറ്ററിൽ എന്നൊരു വലിയ ചോദ്യമാണ്. കാരണം അണിയറ പ്രവർത്തകർ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ലാൽ സാറും ബാക്കി ക്രൂ മെമ്പേഴ്സും എല്ലാം ഫാൻസിന്റെ കൂടെ ഇരുന്നാണ് പടം കണ്ടത് എന്ന് സുജിത് വാസ്ദേവ് പറയുന്നുണ്ട്. പക്ഷേ സ്ക്രീനിന് ക്ലാരിറ്റിയുമില്ല, സൗണ്ടിന് ക്ലിയറുമില്ല എന്ന അവസ്ഥയായിരുന്നു ആ തിയേറ്ററിൽ. പല സീനുകളുടെയും ഭംഗി ആസ്വദിക്കാൻ സാധിച്ചില്ല. ഓരോ തിയേറ്ററിന് വേണ്ടിയും സെപ്പറേറ്റ് ഔട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അവിടെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ 2 സ്ട്രോക്ക് കൂട്ടിയിട്ടുള്ള പ്രിന്റ് കൊടുത്തേനെ. നമ്മൾ ഇത്രയും വലിയൊരു സിനിമ ചെയ്തിട്ട് അത് തിയേറ്ററിലെത്തുമ്പോൾ ഒന്നും കാണാനോ കേൾക്കാനോ പറ്റില്ലെന്ന് അറിയുമ്പോൾ വിഷമം വരില്ലേ എന്ന് പ്രതികരിച്ച് സുജിത് വാസ്ദേവൻ തിയേറ്റർ ഉടമയോട് എത്രയും പെട്ടെന്ന് സ്ക്രീനിന് വേണ്ടി നല്ലൊരു പ്രൊജക്ടർ വാങ്ങിച്ച് വെക്കണമേ എന്ന് തനിക്ക് പറയാനുള്ളൂ എന്നും പ്രതികരിക്കുകയുണ്ടായി. സത്യം പറയാൻ അത്രയും മികച്ച ക്വാളിറ്റിയിലും സൗണ്ട് എഫക്ട്സിലുമാണ് നമ്മൾ ഈ ചിത്രം കാണേണ്ടത്. അതിനുള്ള മികച്ച തിയേറ്റർ നമ്മൾ തിരഞ്ഞെടുക്കുകയും വേണം. ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ ഈ ഒരു സൃഷ്ടിയെ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ ഇടിച്ചു കയറുന്നതും. എന്തായാലും ബോക്സ് ഓഫീസ് വിളയാട്ടം എമ്പുരാൻ എന്ന സിനിമയിലൂടെ മോഹൻലാൽ അവസാനിപ്പിച്ചിട്ടില്ല. അടുത്ത ദിവസത്തെ ബുക്കിങ്ങുകൾ കാണുമ്പോൾ അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ നോക്കി നിൽക്കുന്നതും. 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അഡ്വാൻസ് സെയിലൂടെ 3 കോടിക്കടുത്ത് എമ്പുരാൻ നേടിയെന്നുള്ള വിവരങ്ങളും ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവച്ചിരുന്നു. ഓരോ ദിവസത്തെയും കണക്കുകളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഓരോ വിവരങ്ങളും അറിയിക്കുന്നത്. ഇത് പ്രേക്ഷകർക്ക് വലിയ അത്ഭുതം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം അവരുടെ ഒരു ആർജവം കാണുമ്പോഴറിയാം ഈ ചിത്രം എത്രമാത്രം തരംഗമുണ്ടാക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ എന്നത്. 5 ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര കളക്ഷനാണ് എമ്പുരാൻ സൃഷ്ടിച്ചത്. ആദ്യ ദിവസം 14.07 കോടിയും 2ാം ദിവസം 8.45 കോടിയും 3ാം ദിവസം 9.02 കോടിയും 4ാം ദിവസം 11.01 കോടിയും 5ാം ദിവസം 10.52 കോടിയും നേടുകയുണ്ടായി. അതിൽ തന്നെ 6ാം ദിവസം എത്തിയപ്പോൾ 8.74 കോടിയാണ് കഴിഞ്ഞ ദിവസം
എമ്പുരാൻ സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ഗ്ലോബൽ ബോക്സ് ഓഫീസിലേക്ക് പോയാൽ അതിലും വലിയ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തും. ഒന്നാം ദിവസം 67 കോടി, രണ്ടാം ദിവസം 34.5 കോടി, മൂന്നാം ദിവസം 35 കോടി, നാലാം ദിവസം 39.1 കോടി, അഞ്ചാം ദിവസം 26.2 കോടി, അങ്ങനെ 201 കോടിക്ക് മുകളിലാണ് 5 ദിവസം കൊണ്ട് എമ്പുരാൻ വേൾഡ് വൈഡിൽ സ്വന്തമാക്കിയ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇതിൽ നിന്ന് തന്നെ ഷെയർ എത്തിയിരിക്കുന്നത് 90 കോടിയാണ്. ഇതൊക്കെ കൂടാതെ മോഹൻലാൽ നായകനാകുന്ന സിനിമയ്ക്ക് ചില സ്ഥലങ്ങളിൽ വലിയ പ്രേക്ഷക സാന്നിധ്യം ഇല്ലാതെ വരുന്നു എന്നൊക്കെ നമ്മൾ പറയും. ചില ഫാൻ ഫോർട്ടുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. തിരുവനന്തപുരം മോഹൻലാലിന്റെ ഏരിയ ആണെന്നും തൃശൂർ മോഹൻലാലിന്റെ ഏരിയ ആണെന്നും ഒക്കെ ഫാൻസുകാർ പറയാറുണ്ടല്ലോ. എന്നാൽ മോഹൻലാലിന് അങ്ങനെ ഏരിയ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഫുൾ കേരളം അദ്ദേഹത്തിന്റെ ഫോർട്ടാണ് എന്ന് പറയുന്നതായിരിക്കും എമ്പുരാനിലെ ഓരോ റീജിയനിലെയും ഒക്യുപ്പൻസി നോക്കുമ്പോൾ പറയാൻ കഴിയുന്നത്. ചില സ്ഥലങ്ങളിൽ മമ്മൂട്ടിക്ക് ആൾക്കാർ കൂടുതലാണെന്ന് പറയത്തില്ലേ, ആ സ്ഥലങ്ങളിൽ മോഹൻലാൽ എന്ന നടന്റെ സിനിമയ്ക്ക് എത്രമാത്രം ഒക്യുപ്പൻസി കിട്ടി എന്നത് രേഖപ്പെടുത്തിക്കൊണ്ട് മൂവി അനലിസ്റ്റുകൾ എത്തിയത് കൗതുകരമായി മാറി. മലപ്പുറത്ത് 91% ഒക്യുപ്പൻസി ഉണ്ടായതാണ് ശരിക്കും ഞെട്ടിപ്പിച്ചത്. അതുപോലെ തന്നെ കോഴിക്കോട് 84%, കണ്ണൂർ 80% ഒക്യുപ്പൻസി കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാൽ എമ്പുരാനിലൂടെ രേഖപ്പെടുത്തിയിരുന്നു. ഓൾ ഓവർ മലബാറിൽ മോഹൻലാൽ സെൻസേഷണൽ റണ്ണാണ് എമ്പുരാനിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ കൂടി മൂവി അനലിസ്റ്റുകൾ പറയുകയാണ്. എന്തായാലും ഇനി നമുക്ക് ഇന്നത്തെ ദിവസം കഴിയുമ്പോഴുള്ള ഗംഭീര കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം അതുപോലുള്ള ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചുമ്മാതെ കയറി നോക്കിക്കോ.